ചില യാത്രകൾ വെറും ഒരു കാഴ്ചയല്ല. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് 9ാം നൂറ്റാണ്ടിലെ ചരിത്രമുറങ്ങുന്ന ചിതറാൽ ജൈന മതക്ഷേത്രത്തിലാണ്. അതെ, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവനന്തപുരത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ചിതറാൽ ജൈന മതക്ഷേത്രം. കോലാഹലങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയുടെ മടിത്തട്ടിൽ കല്ലുകളിൽ ചരിത്രമുറങ്ങി പെയ്യുന്ന അങ്ങനെ ഒരിടത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഏതാണ്ട് 9ാം നൂറ്റാണ്ടിൽ, അതായത് വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിൻ്റെ ഭരണകാലത്താണ് ഈ കേന്ദ്രം പ്രശസ്തമാകുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈനമത തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇവിടെ വലിയൊരു പാറയുടെ പ്രതലത്തിൽ കൊത്തിവച്ചിരിക്കുന്ന ശില്പങ്ങൾ ജൈനമതത്തിലെ മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും പത്മാവതി ദേവിയുടെയുമൊക്കെ വിഗ്രഹങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്നത്തെ ശില്പികൾ ഏതോ ലഹരിയിലെന്ന പോലെ പാറയിൽ കൊത്തിവെച്ച കലാവിരുത്. മഴയിലും വെയിലിലും മഞ്ഞുമേറ്റ് ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യാതൊരു കേടുപാടുകളും കൂടാതെ അവ ഇന്നും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാറ തുരന്ന് പണിത ഈ അത്ഭുത നിർമ്മിതിക്ക് പറയാൻ കഥകളേറെയുണ്ട്. വലിപ്പമേറിയ പാറക്കെട്ടുകളും അവിടെ കൊത്തിവെച്ച ശില്പങ്ങളും നമ്മളെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകും. 15ാം നൂറ്റാണ്ടോടുകൂടി ജൈനമതത്തിൻ്റെ സ്വാധീനം കുറഞ്ഞപ്പോൾ ഇതൊരു ഭഗവതീ ക്ഷേത്രമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജൈന ഹിന്ദു സംസ്കാരങ്ങളുടെ മനോഹരമായൊരു സംഗമം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. കല്ലുകളിൽ തീർത്ത തൂണുകളും നിശബ്ദത നിഴലിക്കുന്ന ഉൾത്തളങ്ങളും നമ്മളെ ഏതോ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് പാറയിൽ സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു ചെറിയ കുളമുണ്ട്. എത്ര കടുത്ത വേനലിലും വറ്റാത്ത വെള്ളവും ആ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ആകാശവും പ്രകൃതി ഒരുക്കിയ മറ്റൊരത്ഭുതമാണ്. ഇവിടെ കുറച്ചു സമയം വെറുതെ ഇരിക്കുന്നത് പോലും മനസ്സിന് തരുന്ന സുഖം വാക്കുകൾക്കപ്പുറമാണ്. മനസ്സിൽ ഒരുപാട് ചിന്തകളുമായി വരുന്നവരെ പോലും തികഞ്ഞ ശാന്തതയോടെ തിരികെ അയക്കുവാൻ ചിതറാലിനൊരു പ്രത്യേക കഴിവുണ്ട്. കാലം മാറും, ചരിത്രം മാറും, പക്ഷേ ശാന്തതയും പ്രകൃതിയും എന്നും ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളും ചരിത്രത്തെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു ഇടം തന്നെയാണിത്. മറ്റൊരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.